തമിഴ്നാട് ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് എല്ലാ കാലത്തും അവർക്ക് വെള്ളം കിട്ടുക എന്നതാണ് അവർ പ്രധാനമായും കാണുന്ന ഒരു കാര്യം. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ടും ഈ വിഷയം നിരവധി ആളുകൾ ചർച്ച ചെയ്യുകയും അതിനു വേണ്ട സമരങ്ങളൊക്കെ നടത്തിയിരുന്നു. പക്ഷെ അതിനൊരു ശാശ്വതമായൊരു പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല. 142 അടിയിൽ നിന്ന് 1 ഇഞ്ച് അടി ഉയർത്താൻ സാധിക്കുന്ന കാര്യമല്ല. ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ്റെ പ്രശ്നമായത്. ഇത് നിസ്സാരം ചെറിയ കാര്യമല്ല. തമിഴ്നാട് സർക്കാർ ഏത് സർക്കാർ നടപടിയുള്ള കേസല്ലാതെ. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഭീകരാവസ്ഥ മനസ്സിലാവുന്നില്ലേ? ഈ 142 അടി കിടക്കുന്ന വെള്ളം അവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കാൻ വരെ ഈ 5 ഡിസ്ട്രിക്റ്റിൽ ആരും കാണില്ല. ഈ 5 ജില്ലകളിലുള്ള ആൾക്കാർക്ക് ഇപ്പോഴും രാത്രി കിടന്നുറങ്ങാൻ മേല. ഭയങ്കര ഭീഷണിയാണ്. കാരണം ഞങ്ങളൊക്കെ രാത്രി കിടന്നുറങ്ങാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ചങ്കിടിപ്പുണ്ട്. ഇത്ര വർഷമായെന്നറിയാം ആയിക്കഴിഞ്ഞ് ഇതുവരെയും ഇതേപ്പറ്റി യാതൊരു നമ്മുടെ നേതാക്കന്മാരുടെ കുഴപ്പം തന്നെയാണ്. ഇതുവരെ അതേപ്പറ്റി യാതൊരു അനക്കവും ഒന്നും ഉണ്ടായിട്ടില്ല. കേരളത്തിന് എത്രയും ആശങ്കയുള്ളൊരു തീരുമാനമാണ് വിജയ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് തൊടുപുഴ നഗരസഭ വൈസ് ചെയർമാൻ ദീപക് സാറാണ്. അദ്ദേഹത്തിന് നമുക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. സാർ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ഇവിടെ നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ ഈ തൊടുപുഴയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പ്രശ്നം ഗുരുതരമായ ഒരു അവസ്ഥയിലാണ്? തൊടുപുഴയെ സംബന്ധിച്ച് മുല്ലപ്പെരിയാർ വിഷയത്തിൽ കാര്യമായ ഒരു ഭീതി ആളുകളുടെ ഇടയിലേക്ക് ഉണ്ടായിട്ടില്ല. കാരണം ഇത് കാലവർഷം സാധാരണ വരുമ്പോൾ എല്ലാ വർഷവും ഇതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് പോകുന്നൊരു കാര്യമാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ടും ഈ വിഷയം നിരവധി ആളുകൾ ചർച്ച ചെയ്യുകയും സമരസമിതി ഏറ്റെടുക്കുകയും അതിന് ജനപ്രതിനിധികളൊക്കെ രംഗത്ത് വന്ന് അതിന് വേണ്ട സമരങ്ങളൊക്കെ നടത്തിയിരുന്നു. പക്ഷേ അതിനൊരു ശാശ്വതമായൊരു പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല. എന്നാൽ അതിനൊരു പരിഹാരം ഉണ്ടാവണം എന്ന് തൊടുപുഴയിലെ ജനങ്ങളും അതുപോലെ ജില്ലയിലെ മുഴുവൻ ആളുകളും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഈ വിജയ് സർക്കാർ പറഞ്ഞിരിക്കുന്നത് 152 അടിയാക്കി ഉയർത്തണമെന്നാണ്. ഇപ്പോൾ ഈ രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്ത അദ്ദേഹം വന്നിട്ട് ഈ പെട്ടെന്നൊരു, കാരണം ഇതിനു മുമ്പ് നിന്ന സർക്കാരുകളൊന്നും അത്രയും കൂട്ടണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ പെട്ടെന്നൊരു തീരുമാനം എടുത്തപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിനായിട്ടൊരു പ്രഹരം തന്നെയല്ലേ? തമിഴ്നാട് ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് എല്ലാ കാലത്തും അവർക്ക് വെള്ളം കിട്ടുക എന്നതാണ് അവർ പ്രധാനമായും കാണുന്ന ഒരു കാര്യം. പക്ഷേ അതോടൊപ്പം തന്നെ കേരളത്തിലെ 3-4 ജില്ലകളിലെ ആളുകളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുക എന്നത് കേരളത്തെ സംബന്ധിച്ചും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് രണ്ടും തമിഴ്നാടിന് വെള്ളം കൊടുക്കണം. കാരണം കൃഷി കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അവർക്ക് വെള്ളമില്ലാതെ പറ്റില്ല. അവിടെ നിന്ന് കൃഷി ചെയ്യുന്ന സാധനങ്ങളാണ് ഏതാണ്ട് 75% നമ്മുടെ കേരളത്തിലേക്ക് പച്ചക്കറിയൊക്കെ ആയി വരുന്നതും. അപ്പം അവർക്ക് വെള്ളം കൊടുക്കുക എന്നത് നമുക്ക് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷയും പ്രധാനമാണ്. എന്തായാലും അത് സംബന്ധിച്ച് ഈ ജില്ലയിലെ MLA-മാർ അത് മുഖ്യമന്ത്രിയുടെയും ജലസേചന വകുപ്പ് മന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അതിനൊരു ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാകും എന്ന് ബഹുമാനായ ജലസേചന വകുപ്പ് മന്ത്രി മോൻസി ജോസഫും അതുപോലെ തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും വളരെ ഗൗരവമായി തന്നെ ആ വിഷയത്തിൽ ഇടപെടുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ മുല്ലപ്പെരിയാറുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഇഷ്യൂ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ തമിഴ്നാട് സർക്കാർ ആവശ്യപ്പെടുന്നത് 152 അടിയാക്കണമെന്നാണ്. അപ്പോൾ തൊടുപുഴയിൽ താമസിക്കുന്ന ഒരാൾ എന്ന നിലയിൽ എങ്ങനെയാണ് അതിൻ്റെ ആശങ്ക? 142 അടിയിൽ നിന്ന് 1 ഇഞ്ച് അടി ഉയർത്താൻ സാധിക്കുന്ന കാര്യമല്ല. ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ്റെ പ്രശ്നമായത്. ഇത് നിസ്സാരം ചെറിയ കാര്യമല്ല. തമിഴ്നാട് സർക്കാർ ഏത് സർക്കാർ നടപടിയുള്ള കേസല്ലാതെ. അത് ഏതറ്റം വരെ കേരള ഗവൺമെൻറ് അതിന് പോരാട്ടം മുമ്പോട്ട് പോകും. ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ജനങ്ങളുടെ ജീവന സ്വത്തും ഏറ്റവും വലുത്. തമിഴ്നാട് ഗവൺമെൻറ് അവർ വെള്ളത്തിന് ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് എന്ത് വെള്ളം പറയാം. പക്ഷേ ഇവിടുത്തെ ജനങ്ങളുടെ സ്വത്തിന് ജീവന സ്വത്തിന് ആര് സമ്മാനം പറയും? നമ്മൾ സമ്മാനം ഡാം പണിയാൻ തീരുമാനിച്ചിട്ട് പറഞ്ഞിട്ട് ഇവർ അംഗീകരിക്കുന്നില്ല. ഈ നിലപാടുമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഏതറ്റം വരെ സമരമായിട്ട് ഈ നാട്ടിലെ ജനങ്ങൾ മുല്ലപ്പെരിയാർ സമരത്തിനായിട്ട് മുമ്പോട്ട് പോകും. അതുതന്നെയാണ് ഞങ്ങളുടെ സ്റ്റാൻഡ്. ചേട്ടാ, ഇപ്പോൾ നമ്മൾ വിജയുടെ സിനിമയൊക്കെ കാണാറുണ്ട്. പക്ഷേ അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം എടുത്ത പല തീരുമാനങ്ങളും, അതായത് ഇപ്പോൾ നിലവിലെ മുല്ലപ്പെരിയാറുമായിട്ട് ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? വിജയുടെ സിനിമയൊക്കെ നമ്മൾ കാണാറുണ്ട്. വിജയന് വളരെ ഇഷ്ടവും ആണ് താനും. പക്ഷേ മുല്ലപ്പെരിയാർ ജലനിരപ്പ് ഉയർത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ രാഷ്ട്രീയത്തിന് അതീതമായി നിന്ന് സംസാരിക്കണതാണ്. അത് അത്ര ഒരു ശാശ്വതമായൊരു കാര്യമല്ല. ജലനിരപ്പ് ഉയർത്തുക എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത നല്ല രീതിയിൽ ആവണം എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ട്. പക്ഷെ അത് വളരെ മോശമാണ് എന്നുള്ളൊരു അഭിപ്രായമാണ് ഞങ്ങൾ
തൊടുപുഴക്കാർക്കും ഒക്കെ ഉള്ളത്. തൊടുപുഴയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഭീകരമാണ് ഈ ഒരു പ്രശ്നം? ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഭീകരാവസ്ഥ മനസ്സിലാവുന്നില്ലേ? 142 എന്നുള്ളത് 52 ആക്കി കഴിഞ്ഞാൽ 10 അടി, 42 എന്നുള്ളത് 10 അടി ഉയർത്തി കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഏകദേശം ഒരു ഇതുണ്ട്. അപ്പോൾ ആ സംഭവിക്കുമ്പോൾ പിന്നത്തെ കാര്യത്തെക്കുറിച്ച് നമുക്ക് പറയണ്ടല്ലോ. അങ്ങനെ ഒരിക്കലും ഉണ്ടാകാതിരിക്കട്ടെ. അത് ജലനിരപ്പ് ഉയർത്തരുതെന്നും കൂടെയാണ് ഞങ്ങളുടെയൊക്കെ ഒരു ചേട്ടാ, എങ്ങനെയാണ് ഈ തൊടുപുഴയെ സംബന്ധിച്ചിടത്തോളം ഈ 2018 വെള്ളപ്പൊക്കമൊക്കെ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പുള്ള വെള്ളപ്പൊക്കമൊക്കെ നമ്മൾ കണ്ടതാണ്. ആ ഒരു സമയത്ത് ഇതുപോലെ ഒരു ഭീഷണി നിലനിൽക്കുമ്പോൾ എത്രത്തോളം തൊടുപുഴക്കാർക്കെന്ന് മാത്രമല്ല കേരളത്തിൽ എത്രത്തോളം ഭീഷണിയാവുമെന്നാണ് ചേട്ടാ? കേരളത്തിൽ നമ്മൾ ഇതിപ്പോൾ സംസാരിച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ 5-6 ജില്ലകളെങ്ങാണ്ട് 5 ജില്ലകൾ വെള്ളത്തിൻ്റെ അടിയിൽ പോകുമെന്നുള്ളതാണ് ഈ മുല്ലപ്പെരിയാർ പൊട്ടിയാലുള്ള ആശങ്ക. അപ്പോൾ കേരളത്തിൽ താമസിക്കുന്ന നമുക്ക് ഈ തൊടുപുഴയും അതുപോലെ ഇടുക്കിയിലെ തൊടുപുഴയും അതുപോലെ എറണാകുളം, ആലുവ, അങ്ങനെ ഈ 5 ജില്ലകളിലുള്ള ആൾക്കാർക്ക് ഇപ്പോഴും രാത്രി കിടന്നുറങ്ങാൻ മേല. ഭയങ്കര ഭീഷണിയാണ്. കാരണം ഞങ്ങളൊക്കെ രാത്രി കിടന്നുറങ്ങുകയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ചങ്കിടിപ്പുണ്ട്. കാരണം അപ്പോൾ ഈ 146 അടി എന്നുള്ള വെള്ളത്തിൽ 152 അടി ആക്കിയാൽ ഇനിയും അത് പ്രശ്നങ്ങൾ കൂടുകയുള്ളൂ. ഈ ചെറിയ ഭൂചലനം ഏതെങ്കിലും രീതിയിൽ സംഭവിച്ചു കഴിഞ്ഞാൽ, ആ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഈ പറയുന്ന ആരും സംരക്ഷണമായിട്ട് വരില്ല. അപ്പോൾ അതുകൊണ്ട് പ്രിയ മുഖ്യമന്ത്രി, നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രിയോട് ഞങ്ങൾക്ക് ഈ കേരളക്കരയുടെ ഞങ്ങൾക്ക് ഒരു അപേക്ഷയുള്ളത്, ഞങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ അങ്ങ് ഇതൊരു നല്ല രീതിയിലുള്ള തീരുമാനമെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ചേട്ടാ, എങ്ങനെയാണ് ഈ ഡാമിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തെ കാണുന്നത്? ഡാമിനെ സംബന്ധിച്ചിടത്തോളം ഇത് ജനങ്ങൾക്ക് ഭീഷണിയാണ്. ഇവിടെ തൊടുപുഴയല്ല, ഒരു 5 ജില്ലയിലുള്ള ജനങ്ങൾക്ക് ഭീഷണിയായിട്ടാണ് കാണുന്നത്. അത് ഞങ്ങളെല്ലാവരും വളരെയധികം പേടിപ്പെട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. അപ്പോൾ പുതിയ ഡാം വേണമെന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. അതിനെന്ത് ഉപാധി വെച്ചാലും കുഴപ്പമില്ല. അതിപ്പോൾ കേരള സംസ്ഥാനവും നമ്മുടെ തമിഴ്നാട് സംസ്ഥാനവും 2 സംസ്ഥാനങ്ങൾ തമ്മിൽ യോജിച്ചുകൊണ്ട് പുതിയ ഡാമെങ്കിൽ പുതിയ ഡാം, അവർക്ക് വെള്ളം കൊടുക്കേണ്ടത് അവർക്ക് ആവശ്യം വെള്ളമാണ്. അവർക്ക് വെള്ളം അവർക്ക് കൊടുത്തുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവൻ സംരക്ഷിക്കാനുള്ള ഒരു സംവിധാനം ചെയ്യുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. കാരണം ഈ 4 ജില്ലകളിലെ ജനങ്ങളെന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയോടെയാണ് ജീവിക്കുന്നത്. അത് കാണാനുള്ള രാഷ്ട്രീയപരമായ ആരെങ്കിലുമൊക്കെ ഇതെല്ലാം രാഷ്ട്രീയത്തിലുള്ള ആൾക്കാർ ഇതിലേക്ക് കൂടുതൽ കടന്നു വരണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അത് LDF സർക്കാർ, UDF സർക്കാർ, BJP സർക്കാർ, ഇങ്ങനെ എല്ലാവരും, BJP ഇങ്ങനെ എല്ലാവരും അതിനകത്തേക്ക് കടന്നു വന്നുകൊണ്ട് ഇതിനൊരു തീരുമാനം എടുക്കണം. അപ്പം നമ്മൾ മുഖ്യമന്ത്രിയോട് മുഖ്യമന്ത്രി അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ചെറിയൊരു പ്രളയം വന്നപ്പോൾ നമ്മൾ 2018-19 കാലഘട്ടങ്ങളിൽ ഉണ്ടായ ഒരു ചെറിയൊരു പ്രളയത്തെ നമ്മൾ അഭിമുഖീകരിച്ചതാണ്. അപ്പോൾ അന്നുണ്ടായെന്ന് പറഞ്ഞാൽ ഭീതിയാണ്. ഇന്നും ചെറിയൊരു കാര്യങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചപ്പോൾ ജനങ്ങൾക്ക് മൊത്തം ഭീതിയാണ്. അപ്പോൾ ഇത് ഈ 142 അടി കിടക്കുന്ന വെള്ളം അവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കാൻ വരെ ഈ 5 ഡിസ്ട്രിക്റ്റിൽ ആരും കാണില്ല. ഏകദേശം ഒരു 35 ലക്ഷത്തോളം അല്ലേ, അങ്ങനെ കണക്ക് പറയണേ. അപ്പം നമുക്കതൊരു സേഫ്റ്റി, ഒരു സുരക്ഷ ഈ 2 ഡിസ്ട്രിക്റ്റും തമിഴ്നാടും സംസ്ഥാനങ്ങൾ 2 സംസ്ഥാനങ്ങൾ ഏകോപിച്ച് നിന്നുകൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതാണ് ഞങ്ങളുടെയൊക്കെ ഒരു അഭിപ്രായം. മുല്ലപ്പെരിയാറുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കാരണം ഡാമിലെ വെള്ളം കൂട്ടിയാൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ താമസിക്കുന്ന ആൾ എന്ന നിലയ്ക്ക് പേടിയുണ്ടോ? തീർച്ചയായിട്ടും പേടിയുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ പ്രകൃതി പ്രളയത്തിൻ്റെ ഒരു ഭീഷണിയിലാണല്ലോ നമ്മൾ. അപ്പോൾ ഡാമൊക്കെ പൊട്ടി വരിക എന്ന് പറയുമ്പോഴത്തേക്കും മനുഷ്യനെയൊക്കെ പേടിച്ച് ആലോചിക്കാൻ പോലും പറ്റത്തില്ല. കാരണം ഒരു പ്രളയത്തിൻ്റെ വലിയൊരു കെടുതിയിലാണ് നമ്മൾ താമസിക്കുന്നത്. അതനുസരിച്ച് ഒരു ഭയമുണ്ട്. അതെ, എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം അതിനൊരു പരിഹാരം സർക്കാർ കാണണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എങ്ങനെയാണ് മുല്ലപ്പെരിയാറിലെ ഒരു ആശങ്ക ഇവിടെ നിലനിൽക്കുന്നത്? ജനത്തിൻ്റെ സുരക്ഷിതത്വം, അതാണ് ഏറ്റവും വലിയ മുഖ്യം. അത് 142 അടിയുന്ന ഒരടി പോലും ഒക്കെ കേരളത്തിലെ ജനങ്ങളും സമ്മതിക്കത്തില്ല, സർക്കാരും സമ്മതിക്കത്തില്ല. അത് എന്താണെന്നുള്ളത് സർക്കാരിൻ്റെ നയമായ തീരുമാനം. പുതിയൊരു ഡാം വരട്ടെ. സേഫ്റ്റി, ജനത്തിൻ്റെ സേഫ്റ്റിയാണല്ലോ ഏറ്റവും മുഖ്യം. ജീവനും സംരക്ഷണം, അതാണ് ഏറ്റവും മുഖ്യം. ഇപ്പം തമിഴ്നാട് ഇപ്പം അവർ ഒന്നിനും സമ്മതിക്കുന്നില്ലല്ലോ. അങ്ങനെ സമ്മതിക്കാണ്ട് വരുവാണെങ്കിൽ നമ്മുടെ ജീവൻ കൊടുത്ത് നമ്മളിതിനെ പോരാടണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഇത് എത്രയോ വർഷങ്ങളായിട്ട് ഈ PJ ജോസഫ് സാറ് ഒരു പ്രശ്നം ഉണ്ടാക്കി അന്ന് മുതൽ 10-15 സ്കൂൾ പിള്ളേർ പോലും ഇതിൽ ജാഥയായിട്ട് ഇറങ്ങിത്തിരിച്ച ഒരു സമയമായിരുന്നു അന്ന്.
അത് കഴിഞ്ഞ് തന്നെ എത്ര വർഷമായെന്നറിയാം. അത് കഴിഞ്ഞ് ഇതുവരെയും ഇതേപ്പറ്റി യാതൊരു, നമ്മുടെ നേതാക്കന്മാരുടെ കുഴപ്പം തന്നെയാണ് അത്, ഇതുവരെ അതേപ്പറ്റി യാതൊരു അനക്കമോ ഒന്നും ഉണ്ടായിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 3 ജില്ലക്കാർ പേടിച്ച് വിറച്ച് അല്ലേ ഇരിക്കുന്നത്. അത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള സർക്കാർ തന്നെ ഇതിന് മുൻകൈ എടുത്തെങ്കിൽ, ഇതിന് നേതാക്കന്മാർ സർക്കാരും മുൻകൈ എടുത്തെങ്കിൽ മാത്രമേ ഈ കാര്യം മുമ്പോട്ട് നമുക്ക് ഇനി എന്നാ വെച്ചാൽ ചെയ്യാൻ പറ്റുള്ളൂ. തമിഴ്നാടിന് അങ്ങനെ പലതും പറയാൻ കാരണം അവർക്ക് അതുകൊണ്ട് നഷ്ടമൊന്നും വരാനില്ല. നമുക്ക് പച്ചക്കറി കിട്ടില്ലെന്നല്ലേ ഉള്ളൂ, വേറൊന്നും വരാനില്ല. ഇപ്പോൾ ഈ വിജയ് സർക്കാർ വന്നത് പിന്നീട് ഈ 152 അടിയാക്കി ഉയർത്തണം എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രശ്നമൊക്കെ ഉണ്ടായി. അപ്പോൾ അതിനെ ഇതുവരെ സർക്കാരൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്താണ് ചേട്ടൻ്റെ ഒരു അഭിപ്രായം? ഒരു 152 അടി ആക്കിയാലുള്ള ആശങ്ക എങ്ങനെയാണ്? പറ്റില്ലല്ലോ, അങ്ങനെ ആക്കി കഴിഞ്ഞാലത്തെ അവസ്ഥ എന്താ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അതിന് തമിഴ്നാട് സർക്കാരിനോ കേരള സർക്കാരിനോ പോലും പിടിച്ചാൽ കിട്ടിയാലാത്ത ഒരു കാര്യത്തിലേക്കാണ് ഇത് സംഗതി പോകുന്നത്. എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഒരു പരിഹാരം കാണണം. അതാര് കാണണം? നമുക്കിങ്ങനെ പറയാനല്ലേ പറ്റുള്ളൂ, തങ്ങളിൽ പറയാനല്ലേ പറ്റുള്ളൂ. ഇത് സർക്കാരും ഇവിടുത്തെ അല്ലേ ഇതൊക്കെ നോക്കേണ്ടത്, നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ. മനസ്സിൽ ഈ വേദനയോടുകൂടിയും പേടിയോടുകൂടിയാണ് ഇത് പറയുന്നത്. ചേട്ടാ, ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇപ്പോൾ വിജയ് സ്വീകരിച്ചിരിക്കുന്ന നിലപാടെന്ന് പറഞ്ഞാൽ 152 അടി ആക്കണമെന്നാണ്. അത് എത്രത്തോളം ആശങ്കയാണ് കേരളത്തിന്? കേരളത്തിന് എത്രയും ആശങ്കയുള്ളൊരു തീരുമാനമാണ് വിജയ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. തമിഴ്നാടിന് വെള്ളവും കേരളത്തിന് സുരക്ഷയും എന്നൊരു നിലപാടാണ് ആ വിഷയത്തിൽ കൈക്കൊള്ളേണ്ടത്. ആ വിഷയത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റോ മറ്റ് ജലസേചന കമ്മീഷനോ അല്ലെങ്കിൽ രണ്ടുപേരും കൂടിയിട്ടൊരു സംവിധാനമോ ഉണ്ടാക്കി ആ വിഷയത്തിന് ശാശ്വതമായൊരു പരിഹാരം നമ്മൾ കണ്ടെത്തേണ്ടതാണ്. ഇപ്പോൾ ഇത്രയും വർഷമായിട്ട് ഈ സമരപോരാട്ടങ്ങളൊക്കെ നടന്നിട്ടും ഇതുവരെ ഒരു അനക്കം പോലും സംഭവിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. തീർച്ചയായും അതിനെ സംബന്ധിച്ച് ഉത്തരവാദിത്തപ്പെട്ടവർ തികഞ്ഞ അനാസ്ഥയാണ് കാണിക്കുന്നതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ചേട്ടാ, ഈ മുല്ലപ്പെരിയാറുമായിട്ടുള്ള ഒരു ആശങ്ക എങ്ങനെയാണ് ഇവിടെ നിലനിൽക്കുന്നത്? അല്ല, മുല്ലപ്പെരിയാർ ആശങ്ക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ആശങ്ക തന്നെയാണ്. കാരണം എന്നാ വെച്ചാൽ ഒരു 30,000-40,000 പേരുണ്ട് മുല്ലപ്പെരിയാറിന് ഇടയ്ക്കല്ലേ, അതേ ഉള്ളൂ, അതേ പോലില്ലേ. ഈ മുല്ലപ്പെരിയാർ പൊട്ടുകയാണെങ്കിൽ ഈ ആൾക്കാർ മൊത്തം പോകും, ഒറ്റ മിച്ചം പറ്റില്ല, എല്ലാം. മാത്രമല്ല ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടാകും. അപ്പോൾ പുതിയ ഡാം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ആവശ്യമാണ്. എത്രയും വേഗം സാധിച്ചു കൊടുക്കുന്നതായിരിക്കും. കേന്ദ്ര ഗവൺമെൻറ്റിനോട് ബന്ധപ്പെട്ട് ഈ വിഷയങ്ങൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് കൊടുക്കണം നല്ലത്. കാരണം ഇപ്പം ഈ ജനങ്ങളുടെ ആശങ്കയാണല്ലോ. എത്രയോ വർഷമായി ഇപ്പോൾ ഈ കേരളത്തിൻ്റെ ആവശ്യങ്ങൾ ഇങ്ങനെ നിലനിന്ന് പോകണു. വർഷങ്ങളോളമായി ഇത് പോലെ മാറി പിന്നെ ഗവൺമെൻറ് ഇതൊന്നും അത്ര കാര്യമായിട്ടൊന്നും ഗവനിക്കുന്നില്ല. നേരത്തെ MGRൻ്റെ ഗവൺമെൻറ് വന്നു, പിന്നെ ജയലളിത വന്നു. അപ്പോഴൊക്കെ ഈ മുല്ലപ്പെരിയാർ ഇങ്ങനെ വിഷയമായിട്ട് കിടക്കുവാണ്. ഇവർക്ക് പുതിയ ഡാം വേണ്ട, ഈ പഴയ ഡാം മതി അവർക്ക്. അവർക്ക് വെള്ളം വേണമെന്നാണ്. അവർ വെള്ളം കൊടുക്കാമെന്ന് നമ്മൾ പറയുന്നുണ്ട്. വെള്ളം ഇഷ്ടം പോലെ തന്നേക്കാം. ആ വെള്ളം കൊണ്ടാണല്ലോ നമ്മൾ അവർക്ക് കൃഷി ചെയ്ത്, ആ കൃഷിയാണല്ലോ നമ്മൾ ഇവിടെ പച്ചക്കറിക്ക് വന്നത്. അവന് അവർക്ക് വെള്ളം കൊടുക്കുന്നതിന് നമുക്ക് യാതൊരു പരാതിയില്ല. പക്ഷേ പുതിയ ഡാമിൻ്റെ ആവശ്യം അത്യാവശ്യമായിരിക്കും. നമുക്ക് മുല്ലപ്പെരിയാർ പൊട്ടിയാൽ ആശങ്ക നമുക്ക് കൊണ്ടുപോകാം. അപ്പോൾ എത്രയും വേഗം ഇത് പുതിയ ഡാം മറ്റും നിർമ്മിച്ച് ഇതിൻ്റെ ഈ വൻ ഭവിഷ്യത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കുക എന്നുള്ള ഇതിന് മാർഗ്ഗമുള്ളൂ. ഇപ്പം കേന്ദ്ര ഗവൺമെൻറ് ഒന്നും അനങ്ങണില്ല, കേന്ദ്രം ഉണ്ടല്ല. കേന്ദ്രം പറയണത് സംസ്ഥാന ഗവൺമെൻറ് രണ്ടുപേരും തമ്മിൽ കിടന്ന് അടിക്കട്ടെ. കഴിഞ്ഞാണ് സുപ്രീം കോടതി ഒരു വിധിച്ചു, കുറച്ചാളും കൂടെ ഇങ്ങനെ മുല്ലപ്പെരിയാർ കുഴപ്പമൊന്നുമില്ലാതെ പോകുമെന്ന് പറഞ്ഞത്. പക്ഷേ എത്രത്തോളം പോകുമെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ ഇന്നലെ അതിൻ്റെ ചർച്ച ഉണ്ടായിരുന്നു മറ്റേ 24-ൽ. അപ്പോൾ അവിടെ കുസുമൻ ജോസഫ് എന്ന് പറഞ്ഞ ഒരു പെണ്ണവിടെ പറഞ്ഞു, താങ്ങാൻ പറ്റുന്നേക്കാളും കൂടുതൽ വെള്ളം മതിയാണെങ്കിൽ മുല്ലപ്പെരിയാർ പൊട്ടുന്നു പറഞ്ഞത്. അയാൾക്കുള്ള വാസ്തവമല്ലേ? താങ്ങാൻ പറ്റാത്ത വെള്ളം വരികയാണെങ്കിൽ മുല്ലപ്പെരിയാർ പൊട്ടും.